നമ്മളിതേ കാണുന്നത് കൂരത്തോട് കുഴിമാവ് മൂഴിക്ക പാലമാണ്. അതുപോലെ തന്നെ കുഴിമാവ് ആനക്കൽ കാളകെട്ടി റൂട്ടിൽ ഇതുണ്ട്. ഇവിടെ മണ്ണെല്ലാം ഇതുപോലെ ഇങ്ങനെ ഇടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് പുതിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഇതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാലത്തിൻ്റെ മേളിൽ ചെറുതായിട്ട് മഞ്ഞൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴി കണ്ടാണ് വേറൊരു കുഞ്ഞു വെള്ളച്ചാട്ടം പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് കണ്ടോ. അതുപോലെ ചെറുതായിട്ടൊക്കെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് അതേ നല്ലൊരു വെള്ളച്ചാട്ടം. ഒരു ഇച്ചിരി വലിപ്പമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അത് ചെറിയൊരു ഒഴുക്കുള്ളായിരുന്നു. മഴക്കാലത്ത് രൂപപ്പെട്ടാണ് ഇത്രയും വെള്ളച്ചാട്ടമായിട്ട്. മാക്സിമം ഇങ്ങനെയൊന്നും ആരും പോകാതിരിക്കുക. പോകുന്ന വഴിയൊക്കെ കൂടുതലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മാക്സിമം എല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വനമേഖലയായിട്ടുള്ള ഏരിയകളും പിന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് ആരും ഇങ്ങനെയുള്ള വഴികളിൽ കൂടെ യാത്ര ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുക. കർക്കിടകം പകുതിയായിട്ടും മഴ പെയ്യുന്നില്ല എന്നായിരുന്നു എല്ലാവർക്കും പരാതി. ഇപ്പോൾ ഇതേ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് കാളകെട്ടി പാലത്തിനടി കൂടെ പോകുന്നൊരു ചെറിയ കൈത്തോടാണ്. നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ കാണുന്നത് കാളകെട്ടി ശിവക്ഷേത്രത്തിൻ്റെ ഒരു കവാടമാണ്. മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടം പോലെ കണ്ടു. അവിടെ നിന്ന് ചെറുതായിട്ട് മുഖമൊക്കെ കഴുകി ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു.